തേങ്ങ ഇല്ലാത്ത ധാരാളം തെങ്ങുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ആലപ്പുഴയിലോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊന്നല്ല, അബുദാബിയിലെ അർറഹ്ബ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ബീച്ച് സൈറ്റിലാണ് നമ്മളുള്ളത്. ഇവിടെ ധാരാളം തെങ്ങുകൾ നമുക്ക് കാണാം. നാട്ടിലുള്ള അതേ മോഡലുള്ള തെങ്ങുകൾ. തേങ്ങ ഇല്ല എന്നുള്ളൂ. തേങ്ങ എന്ന് പറഞ്ഞ സംഭവം ഇതിനോടും കാണാൻ പറ്റും. പക്ഷേ ഒരുപാട് തെങ്ങുകൾ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വന്നിട്ടുള്ളത് മെയിനായിട്ട് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിഷിംഗ് ആണ്. ഈ ഒരു കായലിൽ നമ്മളിതിന് മുന്നേ വന്ന് ഫിഷ് ചെയ്തിട്ടുണ്ട്. അധികം ചെറിയ മീനുകളാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ നമ്മൾ ചെറിയ മീനുകളെ പിടിക്കണില്ല. വലിയ മീൻ കിട്ടുകയാണെങ്കിൽ മാത്രം പിടിക്കുള്ളൂ. ചെറുതിന് നമ്മൾ റിലീസ് ചെയ്യുകയാണ് പതിവ്. ഏതായാലും നമ്മൾ അടിപൊളി ഒരു സൈറ്റിക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഇവിടെയാണ് നമ്മൾ ഫിഷിംഗ് നടത്തുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ അടിപൊളി വ്യത്യസ്തമായ വീഡിയോകൾ ഒരുപാട് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ധാരാളം തെങ്ങുകൾ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കേരളത്തിൻ്റെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയ ഒരു ഫീലാണ്. ഒരുപാട് തെങ്ങുകൾ. അടിപൊളി സ്ഥലമല്ല. പക്ഷെ അവിടെ തേങ്ങ ഉണ്ട് കേട്ടോ. ഒരു തെങ്ങുമ്പരി ആദ്യമായിട്ട് ഒരു തെങ്ങുമ്പോൾ തേങ്ങ ഉണ്ട്. കുതിര സഫാരികളും ഇവിടെ കാണാൻ സാധിക്കും. തീർച്ചയായും കാണുന്നവർ ഇവിടെ വരിക. അടിപൊളി ഒരു പ്ലേസാണ്. നിങ്ങൾക്കൊരു 60 കിലോമീറ്റർ അബുദാബിയിൽ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീനാണ് കോർക്കണത് കേട്ടോ. അതിൽ ഞണ്ടുകളാണ് കൂടുതൽ. ഞണ്ട് ഈ ഏര തിന്ന് പോവുകയാണ്. അതുകൊണ്ട് നമുക്ക് മീനിനെ പിടിക്കാൻ പറ്റുന്നില്ല. ഫുള്ളി ഏര പെട്ടെന്ന് തിന്ന് പോവുകയാണ്. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നല്ല അടിപൊളി ഒരു സൈറ്റാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ ധാരാളം വരുന്നതുകൊണ്ട് എത്രത്തോളം ഇവിടെ നല്ല സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് ഒരുപാട് ആളുകളുണ്ട്. ഞങ്ങളിതിന് മുന്നൊക്കെ വന്ന സമയത്തൊന്നും ഇത്ര കൂടുതൽ ആളുകളും ഇവിടെ ഉണ്ടായിരുന്നില്ല. ആ വെയിറ്റ് പൊട്ടി. ഓക്കെ ഓക്കെ. ഇവിടെ പ്രതീക്ഷ ചേട്ടാ. ഈ ഭാഗത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കലാ. സ്ഥലം മാറ്റിയാലോ? സ്ഥലം മാറ്റി പിടിച്ച് നോക്കിയാലോ? വണ്ടി ഫുള്ളായ.
അങ്ങനെ ഞങ്ങൾ ആ സ്ഥലം മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് വന്നു. എങ്ങനെ ഇവിടെ ചാടുക? ഇവിടെ ഭയങ്കര കുണ്ടാണ്. ഇവിടെ കിട്ടും, ഇവിടെ മീൻ കിട്ടും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് വരാം. അതൊക്കെ ജലീൽ ചാടി ഇറങ്ങേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. ഇതുവരെ ചൂണ്ടയിലൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ മാക്സിമം എത്രത്തോളം നമുക്ക് എന്താ പറയുക ക്ഷമ ഉണ്ടോ അത്രത്തോളം സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ഫിഷിങ്. നമുക്ക് 1-2 വട്ടം കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇതിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെ ചൂണ്ടൽ ഇടണം എന്നുള്ളത്. അപ്പോൾ ആദ്യം ആ ലോക്ക് തുറക്കല്ല, ജസ്റ്റ് കൈ ഇവിടെ വെക്ക്. ഇവിടെ ഇങ്ങനെ ഇവിടെ കൈ വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞതിന് ശേഷം ലോക്ക് ഓപ്പൺ ആക്കുക. 2 പേര് ഇത് എക്സ്പീരിയൻസ് ആക്കി കൊടുക്കട്ടോ. എവിടെ ലോക്ക് ഓപ്പൺ ആക്കും. അങ്ങനെ അത് വളരെ അടിപൊളിയായിട്ട് സക്സസ് ആയിട്ടുണ്ട്. എവിടെ എത്തി? ലോങ് ആയാ? അത്യാവശ്യം ലോങ് പോയിട്ടുണ്ട് കേട്ടോ. ആസിഫിനെ തീരെ അറിയില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. അടിപൊളി ഒരു പ്ലേസ് ആട്ടോ. അവിടെ ക്യാമ്പിങ് അതുപോലുള്ള സംഭവത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ക്യാമ്പിങ്ങും മറ്റും. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. സൂര്യനെ അസ്തമിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇങ്ങനെ അസ്തമിക്കാനുള്ള ആ ഒരു കാഴ്ചയും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അതാ 2 പേര് ഒരുമിച്ചിട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട് ജലീലിന്. ആ സാധനമാണ് സ്ഥിരമായിട്ട് നമ്മളെ കൊക്കനെ കണ്ടാ. ഈ ഒരു സംഭവമാണ് കാണിച്ചാ. അത് ഇതാണ് കൂടുതലായിട്ട് ഇതിമ കുടുങ്ങണ ഈ ഒരു സാധനം. ഇതിന് ജീവനുണ്ട് സാധനത്തിന്. എന്തോ ഒരു ജീവനുള്ള സാധനം അല്ലല്ലേ. പക്ഷെ ഒരു ആരെയും കൂടി കോർത്തിട്ട് എറിയും അങ്ങനെ. അത് സാറായിട്ടുണ്ട്. ഇപ്പോൾ സമയം 5:45 സൂര്യൻ അതാ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് സൂര്യ. ഞങ്ങൾ വലിയ മീനെ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ചെറിയ മീനുകളെ ഞങ്ങൾ മാക്സിമം ആണ്ടിനെ റിലീസ് ചെയ്യാണ്. നല്ലൊരു അടിപൊളി പ്ലേസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിലൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.